ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പീസാണ് കേട്ടോ. ഒന്ന് സോയ ചങ്ക്സ് ഫ്രൈയും പിന്നൊന്ന് ഗീ റൈസും. ഗീ റൈസിൽ എന്താണ് ഇപ്പോൾ ഇത്രയെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പലരുടെയും ഒരു കംപ്ലൈൻ്റാണ് ഗീ റൈസ് പെർഫെക്റ്റായി കുക്കാവുന്നില്ല, അല്ലെങ്കിൽ അത് ഒരുപാട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഗീ റൈസ് തയ്യാറാക്കാം, കൂടെ ഒരു അടിപൊളി സോയ ചങ്ക്സ് ഫ്രൈയും കൂടി. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്ച്ചോറല്ലേ, അപ്പം നെയ്യ് വേണമെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ഇരുന്നോട്ടെ കേട്ടോ. ആ നെയ്യൊക്കെ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ 2 ഏലക്കയും 2 ഗ്രാമ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനൊരു 1 കപ്പ് റൈസാണ് വെച്ചിരിക്കുന്നത്. ഒരു 2 ചെറിയ ബേ ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വയനയില. അതിലേക്ക് 2 ചെറിയ പീസ് പട്ടട പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ അതിലിടുന്നുള്ളൂ. ഇനി 1 ടീസ്പൂൺ ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയനാടൻ കൈമ റൈസില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഞാൻ വെറും വെള്ളത്തിൽ കുതിർത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ, അതുവരെ അത് വഴറ്റണം. അപ്പോൾ മാത്രമേ ഈ റൈസ് നമുക്ക് വിട്ട് കിടക്കുള്ളൂ. ഇല്ല എങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് കണ്ടോ, നന്നായി ഫ്രൈ ആയതുകൊണ്ട് എല്ലാം വിട്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റൈസിന് ഞാനൊരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതും തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്, പച്ചവെള്ളമല്ല, തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി ഉപ്പ് കുറവാണോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടിയൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് വേണ്ടു കേട്ടോ. ഈ നെയ്ച്ചോറൊക്കെ കുക്ക് ചെയ്യാൻ എത്ര എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ടൊരു ദാല് കഴിക്കാറുണ്ട്, അതല്ലെങ്കിൽ പനീർ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്, കണ്ടോ. ഇതൊക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ ഇളക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി അടച്ചൊരു 5 മിനിറ്റും കൂടി നമുക്ക് വെക്കാം. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും. കണ്ടോ, ഇപ്പം അതാ നന്നായി ഒലർന്നിട്ടാണ് കിടക്കുന്ന. ഇപ്പം അത് വേവുകയും ചെയ്തു. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു സൂപ്പർ നെയ്ച്ചോറ് റെഡിയാണ് കേട്ടോ. കുറച്ച് ലെമൺ ഇതേമാതിരി ഒന്ന് സ്ക്യൂസ് ചെയ്യാം. മണത്തിന് മണം അധികം വരരുത്. കുറച്ച് മല്ലിടലിയും. ഈ നെയ്ച്ചോറിൽ ഞാൻ ലെമൺ സ്ക്യൂസ് ചെയ്യാനുള്ള കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ഇതിനെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടി അതിന് മുകളിൽ ഈ മല്ലിയുടെ ഇടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോഴും നല്ലതാണ്, ഒന്നും കൂടി അതിലേക്ക് ഒലർന്ന് കിടക്കും. അപ്പോൾ ഇതാ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്കൊക്കെ സൂപ്പറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ദാലാണ് കൂടെ കഴിച്ചത്, കൂടെ സോയ ചങ്ക്സ് ഫ്രൈയും ഉണ്ടായിരുന്നു. ഇനി നമുക്കപ്പോൾ എങ്ങനെയാണ് ഇനി അടുത്തത് സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സോയ ചങ്ക്സ് ഫ്രൈ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്കായിട്ടോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് സോയ ചങ്ക്സ് വേവിക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കപ്പിന് 2 കപ്പ് സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. തിളക്കിയൊന്നും വേണ്ട. വെള്ളം ആദ്യം തന്നെ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഇതൊന്ന് നന്നായി ഇളക്കാം. പെട്ടെന്ന് തന്നെ ആവും ഇത്, കണ്ടോ. ഇപ്പോൾ ഇതാ നന്നായിട്ട് സോയ ചങ്ക്സ് ഒക്കെ സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ വെന്ത് കിട്ടും നമുക്ക്. ഇനി ഇതിനെ വാങ്ങിയെടുത്തിട്ട് നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്യണം. ഒന്ന് നന്നായി പിഴിഞ്ഞെടുക്കുകയും വേണം. നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എനിക്കിതിൽ വെറുതെ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്ര കുക്ക്ഡായിട്ട് തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ എടുത്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായി ഒന്ന് സ്ക്യൂസ് ചെയ്യാം. സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, കുറച്ചുപ്പ് മതി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയിട്ട്, ഗരം മസാല വേണ്ടവർക്ക് ഗരം മസാല ചേർക്കാം, ചാറ്റ് മസാലയ്ക്ക് പകരം. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടാണ് മിക്സ് ചെയ്യണം, അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. സോയ ചങ്ക്സ് നല്ലതാണെങ്കിൽ പെട്ടെന്ന് പൊടിയും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തൊരു 10 മിനിറ്റ് നമുക്കിതിനെ വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാനിതൊന്ന് കുറച്ച് എണ്ണയിലാണ് വറക്കണം. ഇത് ഫുള്ളായി എണ്ണ കുടിക്കട്ടോ. സോയ ചങ്ക്സിൻ്റെ ഒരു പ്രോബ്ലം, പെട്ടെന്ന് എണ്ണ കുടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കുറച്ച് ഡ്രൈ ഫ്രൈ മതിച്ച് ഇത്ര എണ്ണ വേണ്ട. ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിനെ നന്നായി ഇങ്ങോട്ട് വറുത്തെടുക്കാം. ഇവിടുത്തെ മുളക് പൊടിക്കൊന്നൊരു കളറ് പോരാട്ടോ, അതുകൊണ്ട് തന്നെ ഈ സോയ ചങ്ക്സിലൊന്നും കളർ കാണുന്നില്ല, എന്നാലും എരിവുണ്ടേനും. അപ്പോൾ ഇതാ നന്നായി അതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്, ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നുമല്ല വെക്കുന്നത്. കാരണം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കളറൊക്കെ മാറി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിനെ വാങ്ങിയെടുക്കാം. കാരണം നമ്മൾ ആ കോൺഫ്ലോറൊക്കെ ഇട്ടതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഒന്ന് മൊരിഞ്ഞ് വരും. ഈ എണ്ണ ചിലപ്പോൾ ഫുള്ളായി കുടിക്കട്ടോ. ഇതാ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറമേ, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഈ സോയ ചങ്ക്സ് ഫ്രൈ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ചായക്ക് ചടപടയെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അല്ല എങ്കിൽ ഒരു ദിവസം തോരന് പകരം ഉണ്ടാക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ ഇതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം, കുറച്ച് ഉള്ളി ഇടാം, കുറച്ച് മല്ലിയുടെ ഇല ഇടാം. അങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള 2 ഡിഷസാണ് ഇന്നത്തെ. അപ്പോൾ ഈ റെസിപ്പിയും രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.